ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോ ഫസ്റ്റ് സെം ഒക്കെ കഴിഞ്ഞ് ഇനി സെക്കൻഡ് സെമ്മിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ. നമുക്ക് സെക്കൻഡ് സെമ്മിലുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ 4 മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് സെമ്മിലും 4 മൊഡ്യൂളാണ് പറയണത്. ഈ 4 മൊഡ്യൂൾ തന്നെ പല ചാപ്റ്ററുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേരാണ് സർക്കുലാർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. സർക്കുലാർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. അതിലെ 2 ചാപ്റ്റർ ആണ് ഉള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സർക്കുലാർ മോഷൻ, സെക്കൻഡ് ചാപ്റ്റർ റൊട്ടേഷണൽ ഡൈനാമിക്സ്. നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. അപ്പൊ നമ്മള് ഫസ്റ്റ് സെമ്മിൽ നമ്മള് ലീനിയർ മോഷന്റെ കേസിലുള്ള ഒരുപാട് ഇക്വേഷൻസും അതുപോലെ ഇപ്പൊ ഒരു കാർ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യുന്ന കാറിന്റെ വെലോസിറ്റി എന്താവും, ആക്സിലറേഷൻ എന്താവും, അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എന്താവും, അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, അങ്ങനെ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ്, അങ്ങനെ ഒരുപാട് കാണുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ സെക്കൻഡ് സെമ്മിലും പഠിക്കുന്നത്. പക്ഷെ അതിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലീനിയർ മോഷൻ ആയിരുന്നു, ഇവിടെ എന്താണത് സർക്കുലാർ മോഷനാണ്. അപ്പൊ സർക്കുലാർ മോഷന്റെ കേസിലാവുമ്പോൾ ആ ഓരോ ഇക്വേഷനിലും അല്ലെങ്കിൽ ഓരോ ടേമിലും എന്തൊക്കെ വ്യത്യാസമാണ് വരിക, അതൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് സർക്കുലാർ മോഷൻ എന്താ നോക്കാം. സർക്കുലാർ മോഷൻ ഒരു എക്സാമ്പിൾ ആണ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഫാൻ കറങ്ങുന്നത് അല്ലെ. അതെന്താണ് ഒരു സർക്കുലാർ മോഷനുള്ള ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മളിവിടെ ഒരു സർക്കുലാർ പാത്ത് കൺസിഡർ ചെയ്തു. ഈ സർക്കുലാർ പാത്തിലൂടെ ഉള്ള ഒരു പാർട്ടിക്കിൾ, ഈ സർക്കുലാർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാണ്. ആ പാർട്ടിക്കിള് ഒരു യൂണിഫോം സ്പീഡിലാണ് നമ്മുടെ ഈ സർക്കുലാർ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഒരു പാർട്ടിക്കിള് സർക്കുലാർ പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മോഷനെ പറയുന്ന പേരാണ് എന്ത്, യൂണിഫോം സർക്കുലാർ മോഷൻ. മനസ്സിലായോ? ഒരു പാർട്ടിക്കിള് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ യൂണിഫോം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, യൂണിഫോം സർക്കുലാർ മോഷൻ. ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ഫാന് കറങ്ങുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. ഓക്കെ ആണോ? നമ്മൾ പഠിച്ചതായിരുന്നു ലീനിയർ മോഷന്റെ കേസിലാണെങ്കിലും ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഒരു പാർട്ടിക്കിൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്തു. അപ്പൊ അവിടെ എന്തുണ്ടായി, ആ പാർട്ടിക്കിളിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അതേപോലെ തന്നെയാണ് ഈ റൊട്ടേഷണൽ മോഷന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇവിടെ എന്താണ്, ഒരു പാർട്ടിക്കിള് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ എന്തുണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആക്ട് ചെയ്യും. പക്ഷെ സർക്കുലാർ മോഷന്റെ കേസിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ലീനിയർ മോഷന്റെ കേസിലാവുമ്പോൾ നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രം പറയും. സർക്കുലാർ മോഷന്റെ കേസിൽ ഒരു പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ആ പാർട്ടിക്കിളിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിളിക്കുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആർ എന്ന് പറഞ്ഞാല് ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലെ, ആർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, എസ് എന്ന് പറഞ്ഞാൽ ഈ പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, എസ് എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആർ റേഡിയസ്, എസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ അല്ലെ. ഇനി ഇവിടെ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സെമ്മിലൊക്കെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു കഴിഞ്ഞപ്പോ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് എന്ത് വേണം, ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് നമുക്കൊരു ഇക്വേഷൻ വേണം. അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാത്സിൽ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓർമ്മ ഉണ്ടോ? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ നോക്കുക,
ഇവിടുത്തെ ആംഗിൾ എന്താണ്? തീറ്റ അല്ലേ? അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടുത്തെ ആംഗിൾ. അപ്പൊ നമ്മൾ ഈ ആംഗിളിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? തീറ്റ എന്ന് കൊടുത്തു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് കൊടുത്തു. ഇവിടുത്തെ ആംഗിൾ ഏതാണ്? തീറ്റ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തീറ്റ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക്. ഇതിൽ ആർക്ക് ഏതാണ്? ഇതല്ലേ ഈ പി ക്യൂ എന്ന് പറഞ്ഞ ഈ പോയിന്റ് പിയും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ആർക്ക് എന്ന് പറഞ്ഞാൽ. ആ ഡിഫറൻസിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? എസ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തത്. അതായത് ഡിസ്റ്റൻസ് ആണ് എന്ത്? എസ്. അപ്പൊ ആർക്കിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എസ് കൊടുത്തു. പിന്നെ ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എത്രയാണ്? 6 അല്ലേ? അപ്പൊ ആ റേഡിയസിന്റെ സ്ഥാനത്ത് 6 കൊടുത്തു. തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, എസ് ഡിസ്റ്റൻസ്, ആർ എന്ന് പറഞ്ഞാല് റേഡിയസ്. ഇതാണ് എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് എന്താവും വരിക? ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാല് വെലോസിറ്റി അല്ലെ? സർക്കുലർ മോഷന്റെ കേസ് വെലോസിറ്റിക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അപ്പൊ നമ്മള് ഈ പാർട്ടിക്കിൾ നമ്മൾ ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പാർട്ടിക്കിൾ ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി അത് എവിടെ തന്നെ റീച്ച് ചെയ്തു? പി എന്നുള്ള പോയിന്റിൽ തന്നെ എത്തിച്ചേരാണ്. അതിനുവേണ്ടി ആ പാർട്ടിക്കിള് പി എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പി എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ടി എന്നുള്ള ടൈമാണ് എടുത്തിട്ടുള്ളത് കൺസിഡർ ചെയ്യാണ് നമ്മൾ. അതാണ് ഇഫ് ദ പാർട്ടിക്കിൾ ടേക്സ് ടി സെക്കൻഡ്സ് ടു കവർ ദ ഡിസ്റ്റൻസ് എസ്. മനസ്സിലായോ? ഈ പാർട്ടിക്കിൾ പി മുതൽ ക്യൂ വരെ മൂവ് ചെയ്യാൻ എന്ത് ചെയ്തു? എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളത്. ടി എന്ന് പറഞ്ഞ സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. പി മുതൽ ക്യൂ വരെ മൂവ് ചെയ്യാൻ ടി ടൈം എടുത്തു എന്നുള്ളത് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തുവരും? ലീനിയർ സ്പീഡ് വി is equal to എസ് ബൈ ടി. അതായത് ഈ പാർട്ടിക്കിളിന്റെ സ്പീഡ് ആണ് എന്ത്? ലീനിയർ സ്പീഡ്. അതായത് ആ പാർട്ടിക്കിൾ പി മുതൽ ക്യൂ വരെ എത്ര സ്പീഡിൽ മൂവ് ചെയ്തു അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? വി is equal to എസ് ബൈ ടി. എസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെ ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? ലീനിയർ സ്പീഡ് കിട്ടും. അപ്പൊ അതൊക്കെയാണോ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ലീനിയർ സ്പീഡും പറഞ്ഞു. ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് ശേഷം നമുക്ക് പറയാനുള്ളത് ആംഗുലർ വെലോസിറ്റി ആണ്. എന്താണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാല്? നമ്മൾ ലീനിയർ മോഷന്റെ കേസിലൊക്കെ നമ്മള് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞാല്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്ത്? വെലോസിറ്റി. അതേപോലെ തന്നെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്ത്? ആംഗുലർ വെലോസിറ്റി. ദാറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി. ഈ ആംഗുലർ വെലോസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ആംഗുലർ വെലോസിറ്റിയെ നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ആംഗുലർ വെലോസിറ്റിയുടെ ഡെഫിനേഷൻ എഴുതാം. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് angular displacement takes place. It is the rate at which angular displacement takes place. Is called angular velocity omega. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗുലർ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഒമേഗ is equal to പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. അതേപോലെ തന്നെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? തീറ്റ അല്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ടൈം നമ്മൾ ടി ആയിട്ടും കൺസിഡർ ചെയ്ത്. അപ്പൊ ഒമേഗ is equal to തീറ്റ ബൈ ടി. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഒന്ന് എഴുതി നോക്കാം. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മള് 7 ബേസ് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 7 ബേസ് ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഓരോ ടേമിനുള്ള അല്ലെങ്കിൽ ഓരോ ഇതിനുള്ള ഇക്വേഷൻസ് യൂണിറ്റുകൾ നമ്മൾ എഴുതാൻ പോണത്. ഇവിടെ നമ്മൾ ആംഗുലർ വെലോസിറ്റി സീക്വൽ ടു തീറ്റ ബൈ ടി ആണെന്ന് പറഞ്ഞു. തീറ്റ എന്ന് പറയുന്നത് എന്താണ്?
ആംഗിൾ ആണ് അല്ലെ. ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയൻ. ആ റേഡിയാണ് നമ്മള് റാഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, റാഡ് പെർ സെക്കൻഡ്. ഇതിന് ആംഗുലർ വെലോസിറ്റി യൂണിറ്റ് ആണ് എന്ത്? റാഡ് പെർ സെക്കൻഡ്. ഇനി നമുക്ക് ഇപ്പൊ നമ്മള് ലീനിയർ സ്പീഡും പറഞ്ഞു, അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയും പറഞ്ഞു. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ലീനിയർ സ്പീഡ് പറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി. ഇത് 3 കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഇനി എക്സാമിന് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ സ്പീഡ് ആൻഡ് ആംഗുലാർ വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? വി അല്ലേ. നമ്മൾ ഇവിടെ വി എഴുതി. റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ സ്പീഡും. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതാൻ വേണ്ടിട്ട് ആദ്യം ഈ വിന്റെയും ഒമേഗയുടെ ഇക്വേഷൻസ് ആദ്യം എഴുതി വെക്കുകയാണ്. എന്താണ് വിന്റെ ഇക്വേഷൻ? എന്താണ്? വി ഈക്വൽ ടു എന്തായിരുന്നു വിന്റെ ഇക്വേഷൻ? എസ് ബൈ ടി അല്ലെ. വി ഈക്വൽ ടു എസ് ബൈ ടി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലീനിയർ സ്പീഡ്. വി ഈക്വൽ ടു എസ് ബൈ ടി. അതേപോലെ തന്നെ ഒമേഗ എന്താണ്? തീറ്റ ബൈ ടി അല്ലെ. ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി. ഇനി ഇവിടെ നോക്കുക, നമുക്ക് വിന്റെയും ഒമേഗന്റെയും രണ്ടിന്റെയും കൂടി തമ്മിലുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻ ആണ് വേണ്ടത്. ഒരു ഇക്വേഷനിൽ എന്ത് വേണം? വിയും വേണം ഒമേഗയും വേണം. എന്നാലും നമുക്ക് തമ്മിലുള്ള റിലേഷൻ ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഇവിടെ നമ്മള് നേരത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി ഹാവ് തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എസ് ഇക്വേഷൻ എഴുതിക്കൂടെ? എങ്ങനെ എഴുതുക? എസിനെ നമ്മളൊരു സൈഡിൽ നിർത്തിയിട്ട് അതിന്റെ കൂടെ ഉള്ളത് എന്താണോ അതിനെ നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്താണ്? എസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ബൈ ആർ ഉണ്ട്. ബൈ ആർ ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഇൻറ്റു ആർ. ഇവിടെ എന്തുണ്ട്? ഒരു തീറ്റ ഉണ്ട്. അപ്പൊ തീറ്റ ഇൻറ്റു ആർ. പിന്നെ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പൊ എന്താവും? ഈക്വൽ ടു ആർ തീറ്റ. ഇവിടെ നമ്മൾ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 ഒന്ന് കൊടുത്തു നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 അല്ലെ. അപ്പൊ എന്ത് വരും? എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ആർ തീറ്റ എന്ന് കൊടുക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. എസിന്റെ സ്ഥാനത്ത് ആർ തീറ്റ കൊടുക്കുക. എന്തൊരു? ബി ഈക്വൽ ടു എസിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? ആർ തീറ്റ. ആർ തീറ്റ ബൈ ടി അല്ലെ. ഓക്കെ അല്ലെ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു തീറ്റ ബൈ ടി ഉണ്ട് അല്ലെ. ഈ തീറ്റ ബൈ ടി എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാല് ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലെ. ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ തീറ്റ ബൈ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഒമേഗ എന്ന് കൊടുത്തൂടെ? ഇപ്പൊ കൊടുത്തു നോക്കാം. വി ഈക്വൽ ടു ആർ ഒമേഗ. ഇതാണ് വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ. വി ഈക്വൽ ടു ആർ ഒമേഗ. ഇത് നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ നമ്മള് 4 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് പഠിച്ചു. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ. ഡിസ്റ്റൻസ് ബൈ എന്താണ്? റേഡിയസ് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് ലീനിയർ സ്പീഡ് എന്താണ്? ലീനിയർ സ്പീഡ് വി ഈക്വൽ ടു എസ് ബൈ ടി. പിന്നെ നമ്മൾ പഠിച്ചത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി. പിന്നെ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ, വി ഈക്വൽ ടു ആർ ഒമേഗ. ഇങ്ങനെ 4 ഇക്വേഷനാണ് ഇപ്പൊ നമ്മളോട് മെയിൻ ആയിട്ട് പഠിച്ചത്. ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ
ഒരു ബുക്കിൽ നമ്മൾ നോട്ട് എഴുതുന്നതിന്റെ കൂടെ തന്നെ ഒരു സൈഡിൽ എന്ത് വെക്കുക, വേറൊരു പേജ് എടുത്തിട്ട് അതിൽ ഇക്വേഷൻസ് മാത്രമാക്കിയിട്ട് എഴുതുക. അങ്ങനെ ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു S/R. പിന്നെ ലീനിയർ സ്പീഡ് v is equal to S/t. ആംഗുലർ വെലോസിറ്റി ഒമേഗ is equal to θ/t. റിലേഷൻ ബിറ്റ്വീൻ v and ഒമേഗ v is equal to r ഒമേഗ. ഇങ്ങനെ ഒരു 4 ഇക്വേഷൻ പഠിച്ചു. ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ വരുന്ന ഇക്വേഷൻസ് അന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു ബുക്കിന്റെ നമ്മുടെ ഫിസിക്സിന്റെ ബുക്ക് ഉണ്ടല്ലോ അതിന്റെ ബാക്ക് പേജിലായിട്ട് അങ്ങനെ എഴുതി പോന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇത് നോക്കാൻ സുഖം, ഇക്വേഷൻസ് നോക്കാൻ സുഖവും. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി നമ്മൾ ആംഗുലർ ആക്സിലറേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.